ഡയന, ഇവരുടെ നാട്ടിൽ നിന്ന് ആരാണ് പെർഫോം ചെയ്യാൻ കോമഡി മാസ്റ്റേഴ്സിൽ എത്തുന്നത്? ഒരു കൊച്ചു മിടുക്കിയാണ്, അവളുടെ പേരാണ് ഗഹന ചന്ദ്രൻ. ഓക്കെ, ഞെട്ടാ നമ്മൾ റെഡി ആണെങ്കിൽ നമുക്ക് പെർഫോമൻസിലേക്ക് കിടക്കാം. ഓക്കെ, മ്യൂസിക് സെൻസ് എന്ന് പറഞ്ഞ മ്യൂസിക് ബീറ്റ് എങ്ങനെ പിടിക്കണം. This was the perfect example. മോളു സൂപ്പർ സൂപ്പർ. അവസാനത്തെ ഡൈവടി ഞങ്ങളെ ചങ്കാണ് ഇടിച്ചത്. 1 2 3 എന്റെ അമ്മോ. ഈ പറയുന്ന വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങൾ തുളുൽ സംസാരിക്കണമോ? മനസ്സിലായോ? വേണ്ട, നീ പുളു പറയാന്ന് വിചാരിക്കും. അതിന്റെ ഇടയിൽ കൂടെ കൗണ്ടർ പറയാതടാ. എന്റെ ദൈവമേ, ആരെങ്കിലും നെഞ്ചൽ ഇപ്പഴും ഇങ്ങനെ ഡബ് 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 അടിക്കണ്ടോ? എനിക്കുണ്ട്. അല്ല, എന്താ അറിയോ, ആ മ്യൂസിക് ബീറ്റിന്റെ കൂടെ സ്റ്റെപ്പ് പിടിക്കാൻ അപ്പൊ എത്ര നന്നായി പ്രാക്ടീസ്. ഇതിന് അവളുടെ ഗുരുവിനെയും അവളുടെയും എല്ലാരെയും വലിയൊരു കൈയടി. കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിലാണ് നമ്മുടെ ഈ മോൾ ഇത്ര ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത്. ഇതിലേറ്റവും അത് ഇവരുടെ കോറിയോഗ്രാഫേഴ്സ് ഇത് മിക്സ് ചെയ്ത ആൾക്കാരുടെ ബ്രില്യൻസ് ആയിരിക്കും. കാര്യം ഈ ഇടയ്ക്കുള്ള ഈ കീ പോയിന്റ് പോലുള്ള ഈ സ്റ്റെപ്സിന് കറക്റ്റ് അവർ ഈ വാള് വീശുന്ന ശബ്ദം വന്ന് വീഴുമ്പോ നമുക്കൊരിതാവും. അതേ പോയിന്റിൽ അത് ചെയ്യണം. അതാണ് ടൈമിംഗ്. ഞാൻ പക്ഷേ കുറച്ചൊക്കെ കണ്ടില്ല കേട്ടോ. അതെന്റെ ഈ കറങ്ങുമ്പോ എനിക്ക് തല ഇറങ്ങിപ്പോയി. അന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഒരു മിനിറ്റ്, ആ ആഗ്രഹം ഇപ്പൊ തന്നെ സാധിച്ചേരാം. വരൂ ചേട്ടാ, ഒരു സെക്കൻഡ്. ഹലോ, പേരെന്താ? ഗണേഷ്, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഞാൻ അവിടെ നിൽക്കുന്ന കണ്ടപ്പോ പോലും ശ്രദ്ധിച്ചിരുന്നു. സോ ഗണേഷ് ആണ് എന്റെ മാസ്റ്റർ ആണ്. എത്ര വർഷമായിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു നമ്മുടെ മോളെ? ഒരു 3 ഡേയ്സിൽ മൈക്ക് പറയാമോ? ഇത് 3 ഡേയ്സിൽ ട്രെയിൻ ചെയ്ത് കൊടുത്തു. 3 days. കുട്ടി പ്രൊഫഷണൽ ആണല്ലോ. എത്ര വർഷമായിട്ട് പഠിക്കുന്നു ഇത്? കുട്ടി യോഗ പിന്നെ ജിംനാസ്റ്റിക് ഒക്കെ പഠിക്കുന്നുണ്ട് ഓൾറെഡി. ആണ്. ഓക്കെ, മോളിപ്പോ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? 2ാം ക്ലാസ്സിൽ. ഇത് ഏത് ക്ലാസ് മുതലാ ഇങ്ങനെ ചെയ്യാൻ പഠിച്ചത്? UKG പഠിക്കുമ്പോഴാണ് അല്ലേ? അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടോ ഇവിടെ? എവിടെയുണ്ട് അച്ഛൻ? ഇവിടെ ഉണ്ടോ? അവിടെ ഉണ്ടോ? അന്ന് നമുക്ക് അച്ഛനെ കൂടെ വിളിക്കാം അല്ലേ? യെസ്, നല്ലൊരു കൈ കൊടുക്കാം. വാ, നമുക്ക് ഫാമിലി ഒന്ന് പരിചയപ്പെടാം. യെസ്, അമ്മയുടെ പേര് വിനുത. ഓക്കെ, ഫാദർ ചന്ദ്രഗട്ടി. കൊള്ളാം, അടിപൊളി. ഗട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ജാതിയാണ്. അങ്ങനെയാണല്ലേ? ഓക്കെ, ചന്ദ്രൻ പേര്. ഞങ്ങൾക്ക് ഇവിടെ കാസർഗോഡ് ഒരാളുണ്ട്. അറിയാം. സംസാരിച്ചോ? കമോൺ ശ്രീവിദ്യ. അറിയാമോ? അറിയാം. അങ്ങനെ തന്നെ വേണം. നിങ്ങളേടാ? ഞാൻ കാസർഗോഡ്. അതെനിക്കറിയോ. ആടേടാ? കാസർഗോഡ് വിദ്യാനഗർ. ഞാൻ പെരുമ്പിയല. കൂടൽ എന്ന് പറയും. ഞാൻ പെരുമ്പിയല. പെരുമ്പള അറിയാം. നായ്മറമുല പെരുമ്പള. അല്ല, നമ്മ ആയിക്കൊടി എന്ന്. അയ്യോ, ഞങ്ങൾ നൈവേഴ്സാ. ശ്വേതാജി, ഗണേഷ് സൂപ്പറായിട്ട് ആ മ്യൂസിക് ബീറ്റ് പിടിച്ചിട്ടുണ്ട്. അത് പറഞ്ഞേ പറ്റൂ. ബിക്കോസ് അതൊരു ചെറിയ കുട്ടീനെ അത്ര ആ മ്യൂസിക് കേട്ട് അവളുടെ മീൻസ് അതൊരില്ലേ അത് വരിക്കും അവള് ഭയങ്കര സിമ്പിളായിട്ട് അത് കഴിഞ്ഞ് ആ ഒരു ബീറ്റ് പിടിക്കണില്ലേ, അത് സൂപ്പർ. ആ കട്ടിങ് എന്ന് പറയില്ലേ, നമ്മൾ കാട്ട് വീൽ ചെയ്ത് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കുട്ടി കറക്റ്റ് ആ ബീറ്റിലാണ് പിടിക്കുന്നത്. ഉറപ്പായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അച്ഛന്റെ പേര് ഗട്ടിന്നല്ലേ? തുടങ്ങി. ഒരു ഗുഡ് ന്യൂസും കൂടെ പറഞ്ഞോട്ടെ. സാധാരണ വരുമ്പോ ഫാമിലി മാത്രമായിട്ടാണ് വരുന്നത്. പക്ഷെ ഇവിടെ മോളെ സപ്പോർട്ട് ചെയ്യുന്ന മോളുടെ ബെസ്റ്റ് ഫ്രണ്ട് കൂടെ വന്നിട്ടുണ്ടെന്നാണ്. അതായത് കാസർഗോഡ് നിന്ന് വന്നിരിക്കുകയാണ്. അത് നല്ലൊരു കാര്യമാണ്. എന്താ ഫ്രണ്ടിനെ കൂടെ വിളിക്കണം പ്ലീസ്. ഇത് ശരിക്കും അച്ഛന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണോ കൊച്ചിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണോ? അച്ഛന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അച്ഛന്റെ ബെസ്റ്റ് ഫ്രണ്ട്. പക്ഷെ ഇത് കണ്ട തെലുങ്ക് പടത്തിലെ കുറെ ഹീറോയിൻസ് ഒക്കെ വന്ന് നിൽക്കുന്നല്ലേ എനിക്ക് ഫീൽ ചെയ്യും. അച്ഛന്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ടുണ്ടെന്നാ പറഞ്ഞേ. അച്ഛന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് കേൾക്കാം. ആർ യു ഗൈസ് റെഡി? എന്റെ പേര് സുരു എന്നാണ് അറിയപ്പെടുന്നത്. എന്റെ ശരിക്കും പേര് കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. ബാലകൃഷ്ണൻ എന്നാണ് ശരിക്കും പേര്. ബാലകൃഷ്ണ. അതുപോലെ തന്നെ അറിയപ്പെടുന്നത് സുരമ്യ എന്നുള്ള നെയിമിലാണ്. ശ്വേതാജി, നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് സ്നേഹസമ്പന്നത്തിൽ നമ്മുടെ വാവയ്ക്ക് ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനമാണ് നൽകുന്നത് കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. ഇനി ഇവിടുന്ന് ഒരുപാട് സ്റ്റേജുകൾ ലഭിക്കട്ടെ, ഒളിമ്പിക്സ് വരെ എത്തട്ടെ. കാരണം നമുക്ക് ഒളിമ്പിക്സിൽ എത്താന്ന് പറയുന്നത്, ജിംനാസ്റ്റിക്സിനൊക്കെ എത്താന്ന് പറയുന്നത് ഭയങ്കര കിടിലം ആയിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയാണ്. അപ്പൊ എന്തായാലും ടി വിയിലേക്ക് നമുക്ക് കാണാൻ പറ്റട്ടെ കേട്ടോ.